ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെഡിങ് വീഡിയോ ആയിട്ടാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട്. എക്സാക്റ്റ് December 16 നമ്മൾ 1 ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിന് നമ്മളൊരു 5 o'clock ആകുമ്പോഴേക്കും നമ്മുടെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് തിരൂരങ്ങാടിയിൽ നിന്നിട്ടോ നമ്മൾ ബ്യൂട്ടീഷ്യൻ്റെ സ്റ്റുഡിയോ വന്നിട്ട് മുനീറ ഷിയാസീന് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ നിക്കാഹ് വന്നിട്ടൊരു 11 o'clock കേട്ടോ. 10:30 ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോരോ ഈച്ച് ആൻഡ് എവറി വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ബിക്കോസ് അറിയാലോ നമ്മൾ ആ ടൈമിൽ ഒരുപാട് ബിസിയായി ഹറിബറി ആയിട്ടുള്ള ഒരു ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളും അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ബിസി ആയിട്ടുള്ള മൊമെൻ്റാണല്ലോ അതൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ചെറിയ കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്നും നമ്മുടെ മനസ്സിൽ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു മൊമെൻറ്റ്സ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ കിട്ടിയ വീഡിയോ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി വീഡിയോ റെഡിയാക്കിയതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ നിക്കാഹ് നടന്ന് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് നമ്മൾ നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 11 o'clock ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നിക്കാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഇമോഷൻസ് ഒക്കെ വരുമല്ലോ, അതായിരുന്നു. അങ്ങനെ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേട്ടോ നമ്മൾ ബ്രൈഡൽ എൻട്രി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നിക്കാഹിന് ശേഷമായിരുന്നു നമ്മൾ ബ്രൈഡൽ എൻട്രിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റേജിൽ ഇരുന്നിട്ട് അവർ നമ്മൾ നിക്കാഹ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ബ്രൈഡൽ എൻട്രീൻ്റെ മുന്നായിട്ട് നിക്കാഹ് കഴിഞ്ഞ പഠനം എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം ബ്രൈഡൽ എൻട്രി നടത്താമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു നമ്മൾ ഫുഡൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രൈഡൽ എൻട്രി. ബ്രൈഡൽ എൻട്രി പിന്നെ അറിയാമല്ലോ, നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടേക്കൊക്കെ എടുത്തിട്ടാണല്ലോ ആ ഒരു മൊമെൻറ്റൊക്കെ അവിടേക്ക് എത്തുക. കാരണം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഒരു അത്യാവശ്യം ടൈം എടുത്തിട്ടാട്ടോ നമ്മൾ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് കയറിയതിൻ്റെ ശേഷം പിന്നെ മഹറിടൽ അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിന് ശേഷം കുറേ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ് അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ വിഷസും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് അടിപൊളിയാക്കിയിരുന്നു. പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലി ഒരുമിച്ചുള്ള ഫോട്ടോ ആണിത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ഇതൊക്കെ കോളേജിലത്തെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഒക്കെ നല്ലൊരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 2:30 to 2:45 ആവുന്ന സമയത്താണ് നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ടിങ് നല്ല അടിപൊളി കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത്
ഒരു 2:45 ഒരു 3 o'clock ആകുമ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം കല്യാണത്തിൻ്റെ നമ്മളെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ നമുക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇന്ന്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്നും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന മൊമെൻറ്റ്സ് ആണല്ലോ നമ്മളെ കല്യാണം കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളുടെ അടുത്ത് ഈ ക്ലിപ്സൊക്കെ ഇൻ കേസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു വീഡിയോ ആയിട്ട് നമ്മളെന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും കാണാമല്ലോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞ്, അതായത് ഇന്നേക്ക് നമ്മളത് 1 year ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. സോ എല്ലാവർക്കും നമ്മൾ വെഡ്ഡിങ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.